ബോധിധർമ്മനുമായി ദൂതൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനകത്തേക്കെത്തി. സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ നരകത്തിൽ വീഴാൻ തയ്യാറായിക്കൊള്ളുക. നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ബോധിധർമ്മൻ തൻ്റെ കർമ്മഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയിലെത്തിയ ബോധിധർമ്മൻ ഒരു നാൾ ധ്യാന നിമഗ്നനായിരുന്നു. അവിടെ ലിയാങ് പ്രവിശ്യയിലെ ഒരു ദൂതനെത്തി. ദൂതൻ പറഞ്ഞു, ഞാൻ മഹാനായ ചക്രവർത്തി വു നിയോഗിച്ച ദൂതനാണ്. ചക്രവർത്തിയെക്കുറിച്ച് കേട്ട് കാണും. ചൈനയിലെ പ്രഗത്ഭനായ ബുദ്ധമത പ്രചാരകനാണ് അദ്ദേഹം അങ്ങയെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ബോധിധർമ്മൻ മെല്ലെ കണ്ണുകൾ തുറന്നു. ലിയാങ് രാജവംശം സ്ഥാപിച്ച വു ചക്രവർത്തി അല്ലെങ്കിൽ ജിയാവോ യാൻ അദ്ദേഹം പറഞ്ഞയച്ച ദൂതനാണ് മുന്നിൽ. ഒരു ചെറിയ പുഞ്ചിരിയോടെ ബോധിധർമ്മൻ ദൂതനൊപ്പം യാത്ര തിരിച്ചു. അതിപ്രതാപിയാണ് വു ചക്രവർത്തി. AD 460 ചൈനയിൽ അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ ശക്തനായ പ്രചാരകനായി മാറി. തെക്കൻ പ്രവിശ്യയുടെ അധികാരിയായി മാറി. വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരു കവിയായിരുന്നു, കലാസ്വാദകനായിരുന്നു. കൺഫ്യൂഷനിസത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് എത്തിയ ഒരു ചക്രവർത്തിയായിരുന്നു. ഭാരതീയ ചിന്തകൾ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. മൃഗബലികൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. ബുദ്ധമത അനുയായികൾ സ്നേഹത്തോടെ ചക്രവർത്തിക്ക് ഒരു നാമം നൽകി, ബോധിസത്വനായ ചക്രവർത്തി, ദ ബോധിസത്വ എംപറർ. ബോധിധർമ്മനുമായി ദൂതൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനകത്തേക്കെത്തി. പരിവ്രാജകനായ ബോധിധർമ്മനും ബോധിസത്വനായ ചക്രവർത്തിയും മുഖാമുഖം കണ്ടു. ചക്രവർത്തി പറഞ്ഞു, അങ്ങേക്ക് സ്വാഗതം. അങ്ങയെ കാണണമെന്ന് പലതവണയായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതിന് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ബോധിധർമ്മൻ പുഞ്ചിരിച്ചു. ചക്രവർത്തിയിൽ നിന്ന് ആദ്യ ചോദ്യം വന്നു. ഞാൻ ധാരാളം ബുദ്ധമത വിഹാരങ്ങൾ ഉണ്ടാക്കി. ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ ദിവസേന ഞാൻ ഊട്ടുന്നു. ഒരു സർവകലാശാല തന്നെ ബുദ്ധമത പ്രചരണത്തിനായി ഞാൻ നിർമ്മിച്ചു. എന്നാൽ എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാൻ ബുദ്ധന് സമർപ്പിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ പ്രതിഫലം? മോക്ഷം തന്നെയല്ലേ? ബോധിധർമ്മൻ തൻ്റെ ഉണ്ട കണ്ണുകൾ കൊണ്ട് ചക്രവർത്തിയെ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഒന്നും ലഭിക്കുന്നില്ല. താങ്കൾ സമയവും ജീവിതവും പാഴാക്കുകയാണ്. സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ നരകത്തിൽ വീഴാൻ തയ്യാറായിക്കൊള്ളുക. ചക്രവർത്തി പരിഭ്രമിച്ചു പോയി. ബോധിധർമ്മൻ പറഞ്ഞു, വിഡ്ഢിത്തം. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാത്തവൻ അന്ധകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബദ്ധമാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഇത് നിർത്തലാക്കുക. അങ്ങയുടെ എല്ലാ കർമ്മങ്ങളും പ്രതിഫലത്തിന് വേണ്ടിയുള്ളതാണ്. പ്രതിഫലം കാക്ഷിക്കുന്നത് അത്യാർത്ഥിയാണ്. അതൊരിക്കലും ബുദ്ധ തത്വമല്ല. ആഗ്രഹം ഇല്ലാതാക്കാനാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, യഥാർത്ഥ സത്യം എന്നൊന്നില്ലേ? ബോധിധർമ്മൻ പറഞ്ഞു, ശൂന്യതയാണുള്ളത്, സത്യമെന്നൊന്നില്ല. എല്ലാം ശൂന്യതയെങ്കിൽ പിന്നെ താങ്കൾ ആരാണ്? ചക്രവർത്തി ചോദിച്ചു. ബോധിധർമ്മൻ പറഞ്ഞു, ഞാൻ ആരാണ്, എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതേ ശൂന്യത തന്നെയാണ് ഞാനും. മറുപടിക്ക് കാത്തു നിൽക്കാതെ ബോധിധർമ്മൻ നടന്നു നീങ്ങി. ചക്രവർത്തി വിളിച്ചു പറഞ്ഞു, എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് അങ്ങ് എവിടേക്കാണ് പോകുന്നത്? തിരിഞ്ഞു നോക്കാതെ തന്നെ ബോധിധർമ്മൻ പറഞ്ഞു, അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മലമുകളിലെ എൻ്റെ ആവാസസ്ഥാനത്തേക്ക് വരിക. അദ്ദേഹം നടന്നു നീങ്ങി, കത്തി അമരുന്ന ഒരു സൂര്യനിലേക്ക്. മറ്റൊരു പ്രഭാതമായി. ഒരു രാത്രി മുഴുവൻ എഴുന്നേറ്റ് ഇരിക്കുകയായിരുന്നു നമ്മുടെ ചക്രവർത്തി. എങ്ങനെ കടന്നുപോയി എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഉറക്കമില്ലാത്തൊരു രാത്രി. രണ്ടും കൽപ്പിച്ച് അതിരാവിലെ അയാൾ ബോധിധർമ്മനെ തേടി ഇറങ്ങി. മലമുകളിൽ പ്രഗത്ഭനായ ഒരു ചക്രവർത്തിയും എല്ലാം വിട്ടറഞ്ഞ മറ്റൊരു ചക്രവർത്തിയും മുഖാമുഖം കണ്ടു. പരിഭ്രാന്തനായ ചക്രവർത്തിയെ നോക്കി ബോധിധർമ്മൻ പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്തൊരു വിഡ്ഢിയാണ്, അതോ ഭീരുവാണോ? ഒരു വടി മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സന്യാസിയുടെ മുന്നിലെത്താൻ ഇത്രയും ഭയപ്പെട്ടതെന്തിനാണ്? ചക്രവർത്തി പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പല ധ്യാനമാർഗങ്ങൾ ഞാൻ ചെയ്തു നോക്കി, എങ്കിലും മനസ്സ് എൻ്റെ പിടിയിൽ നിൽക്കുന്നില്ല, ഓടി അകലുകയാണ്. തൻ്റെ നീണ്ട വടി കൊണ്ട് നിലത്തേക്ക് ചൂണ്ടിക്കാട്ടി ബോധിധർമ്മൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുക. ചക്രവർത്തി ഇരുന്നു. ചക്രവർത്തിയുടെ മുന്നിൽ
ഈ വടി പിടിച്ചുകൊണ്ട് ബോധിധർമ്മൻ നിന്നു. ഭയപ്പെടുത്തുന്ന ബോധിധർമ്മൻ്റെ രൂപം. അദ്ദേഹം പറഞ്ഞു, കണ്ണുകൾ അടയ്ക്കുക, മനസ്സിനെ തിരയുക, കണ്ടാൽ അറിയിക്കുക. ഈ വടി അതിന് മറുപടി പറയും. മഹാനായ ബോധിധർമ്മൻ്റെ ആത്മസ്പർശത്താൽ ചക്രവർത്തി ധ്യാനനിരതനായി. എല്ലാം മറന്ന് അദ്ദേഹം പരമാത്മാവിനെ സ്പർശിച്ചു. ധ്യാനം അവസാനിപ്പിച്ചു കണ്ണുകൾ തുറന്ന ചക്രവർത്തിക്ക് ശാന്തത അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുതിയൊരു പ്രകാശം അദ്ദേഹം കണ്ടു. നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ കർമ്മം തന്നെയാണ് നിങ്ങളുടെ ശിക്ഷയെന്ന് ബോധിധർമ്മൻ പറഞ്ഞു. നിങ്ങളുടെ കർമ്മം തന്നെയാണ് അംഗീകാരവും. നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ എഴുതുന്നു. പണിഷ്മെന്റ് ആൻഡ് റിവാർഡ് ലൈസ് വിത്തിൻ യു, and you are the only person who can create your destiny.